ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്ന ഒരു അവസരമാണ് അവൻ്റെ ഉമ്മയുടെയും അവൻ്റെ ഭാര്യയുടെയും ഇടയിലുള്ള തർക്കം. കുടുംബജീവിതത്തിൽ ഭാര്യയെയും ഉമ്മയെയും ഒരുമിച്ച് കൊണ്ടുപോവാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഭർത്താക്കന്മാർ നമുക്കിടയിലുണ്ട്. അവരോടുള്ള ചില നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. വെൽക്കം ബാക്ക് ടു റഷു വ്ലോഗ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാവുന്നത് ഭാര്യയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഉമ്മയും തമ്മിലാണ്. അതായത് അമ്മായിയമ്മയുടെയും മരുമകളുടെയും ഇടയിൽ സ്നേഹമുണ്ടാവാൻ ഭർത്താവാകുന്ന നിങ്ങൾ അല്ലെങ്കിൽ മകനാകുന്ന നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരമുള്ളത്? ദീനീപരമായും അതുപോലെ മനഃശാസ്ത്രപരമായും പരിഹാരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഒരുപാട് കുടുംബങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് അമ്മായിയമ്മയും മരുമോളും തമ്മിലാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അവസാനം ത്വലാഖ് വരെ ചൊല്ലുന്ന തരത്തിലേക്ക് പ്രശ്നങ്ങൾ വഴിമാറുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇന്നും നിലവിലുണ്ട്. ഒരുപാട് കുടുംബങ്ങളിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത് ഒരു പുരുഷൻ, ഒരു ഭർത്താവ്, അവൻ ഇവരോട് എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉമ്മ ഒരു ഭാഗത്ത് നിൽക്കുന്നു, അവൻ നിക്കാഹ് ചെയ്ത് കൊണ്ടുവന്ന അവൻ്റെ ഭാര്യ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടുപേരും അവനെ സംബന്ധിച്ചിടത്തോളം വേണ്ടപ്പെട്ടതാണ്. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വർഗമിരിക്കുന്നത് അവൻ്റെ ഉമ്മയിലാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ സ്വർഗമിരിക്കുന്നത് അവളുടെ ഭർത്താവിലാണ്. അപ്പോൾ ഈ മൂന്ന് വ്യക്തികൾ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും അതിലുപരിയായി നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അതിമഹത്തായ അനുഗ്രഹങ്ങളുടെ കേദാരമായ സ്വർഗം അവർക്ക് കിട്ടുകയുള്ളൂ. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഉമ്മയുടെ വാക്ക് കേട്ട് ഭാര്യയെ തല്ലുന്ന ഭർത്താവായി നമ്മളിൽ പല ആളുകളും മാറുകയാണ്. ഭാര്യയുടെ വാക്ക് കേട്ട് ഉമ്മയെ തല്ലുന്ന, ഉമ്മയെ വഴക്ക് പറയുന്ന മക്കളായി നമ്മളിൽ പല ആളുകളും മാറുകയാണ്. ഇത് രണ്ടും പാടില്ല. ഭാര്യയുടെയും ഉമ്മയുടെയും ഇടയിൽ സ്നേഹമുണ്ടാവാൻ ഭർത്താവാകുന്ന നിങ്ങൾ, മകനാകുന്ന നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മയെപ്പറ്റി പറയുമ്പോൾ ഒരിക്കലും ഉമ്മയെ തിരുത്താൻ പോവരുത്. ഒരിക്കലും ഉമ്മയെ തിരുത്താൻ പോയാൽ അത് നടക്കൂല. ഉമ്മ എന്ന് പറഞ്ഞാൽ ആ പഴയ കാലത്തിങ്ങനെ ജീവിച്ച് പഴയതായ ആ കുടുംബത്തിൽ, പഴയ തറവാട്ടിലൊക്കെ എന്തുണ്ടായിരുന്നു അതനുസരിച്ച് ജീവിച്ച് വരുന്നവരാണ്. അപ്പോൾ നമ്മൾ എത്ര തന്നെ തിരുത്താൻ ശ്രമിച്ചാലും ഉമ്മ അത് പഴയ ജീവിതത്തെ തന്നെ പറയും. അതിൽ നിന്ന് ഉമ്മ മാറൂല. അപ്പോൾ നമ്മൾ കൂടുതൽ തിരുത്താൻ നിൽക്കരുത്. ഒരിക്കലും ഉമ്മയുടെ മുന്നിൽ വെച്ച് ഭാര്യയോട് കൊഞ്ചി വർത്തമാനം പറയുക, തോളിൽ കൈയിട്ട് വർത്തമാനം പറയുക, അത് പരമാവധി ഒഴിവാക്കുക. 2. നമ്മുടെ ഉമ്മ ഭാര്യയെപ്പറ്റി ചിലപ്പോൾ കുറ്റം പറയും. എടാ, അവൾ അങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ പറഞ്ഞു, അവൾ ആ ജോലി ചെയ്തില്ല, 24 മണിക്കൂറും ഫോണിലാണ് എന്നൊക്കെ ഭാര്യയെപ്പറ്റി കുറ്റം പറയുമ്പോൾ ഒന്ന് കേട്ടിരിക്കുക. അതാണ് ഉമ്മക്ക് വേണ്ടത്. അല്ലാതെ ഞാൻ ഇവിടെ വന്നാൽ എപ്പോഴും ഇവളെപ്പറ്റി പ്രശ്നങ്ങൾ പറയാനുള്ളൂ എന്ന് പറയുന്നത് പരമാവധി ഒഴിവാക്കുക. ഉമ്മക്ക് അതാണ് വേണ്ടത്. ഒന്ന് ആ വാക്ക് കേട്ടിരുന്നാൽ മതിയാകും. 3. ഇതേപോലെ തൻ്റെ ഭാര്യ ഉമ്മയെപ്പറ്റി കുറ്റം പറയും. ഞാൻ ഇന്നത് ചെയ്തപ്പോൾ ഉമ്മ എന്നെ മോശമായിട്ട് പറഞ്ഞു,
ഉമ്മ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അതും ഒന്ന് കേട്ടിരിക്കുക. ഇതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഒന്ന് കേട്ടിരിക്കലാണ്. ഇൻഷാ അല്ലാ അത് ഞാൻ ശരിയാക്കാം എന്ന് പറയണം. ഇത് തന്നെ ഉമ്മയോടും പറയണം. അപ്പോൾ അവർ രണ്ടുപേരും സന്തോഷിക്കും. 4. ഉമ്മയുടെ വാക്ക് കേട്ട് ഒരിക്കലും ഭാര്യയെ തല്ലരുത്. ഭാര്യയുടെ വാക്ക് കേട്ട് ഒരിക്കലും ഉമ്മയെ വഴക്ക് പറയരുത്. ഇവിടെയൊക്കെ ഹിക്മത്ത് പരമായിട്ട് മുന്നോട്ട് പോവലാണ്. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ആമീൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക.